എല്ലാ മാന്യശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. യാക്കോബിന്റെ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നാവും ഒരു തീ തന്നെ. നമ്മൾക്കറിയാം, ഒരു കച്ചിക്കൂമ്പാരം കത്തിത്തീരുന്നതിന് അല്പനിമിഷം മതി. ഒരു വലിയ കാട് കത്തിത്തീരുന്നതിനും അധിക സമയം ആവശ്യമില്ല. ഒരു ചെറിയ കഷ്ണം, ഒരു തരി തീയാണ് ഇതെല്ലാം ചെയ്യുന്നത്. തുടങ്ങുന്നത് മുഴുവനും ഒരു ചെറിയ തീയിൽ നിന്ന് വലിയ കാട്ടുതീയായിട്ട് അനർത്ഥമായിട്ട് പടരുന്നത്. നമുക്കറിയാം, രാജ്യാന്തര കലഹങ്ങൾ സംഭവിക്കുന്ന ഒരു വാക്കിൽ നിന്നാണ്. അതൊരു തീയായി പടർന്ന് അരാജകത്വം ഉണ്ടാകുന്നു, അനീതി ഉണ്ടാകുന്നു, കൂട്ടക്കൊലകൾ സംഭവിക്കുന്നു. നമുക്കറിയാം, ഒരു കുടുംബ ബന്ധം തകരുന്നത്, കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ, കൊലപാതകങ്ങൾ സംഭവിക്കുന്ന ഒരു വാക്കിൽ നിന്നാണ്. നിയന്ത്രിക്കുവാൻ കഴിയാത്ത ആ ഒരു വാക്ക് മനുഷ്യന്റെ വായിൽ നിന്ന് ചാടി പുറപ്പെട്ട് ഒരു തീയായി പടർന്ന് അനീതിയായി, അരാജകത്വമായി, പ്രശ്നങ്ങളായി പരിണമിക്കുന്നത്. ഇത് നാവിന്റെ ഒരു വല്ലാത്ത അനീതി, ആ രീതിയിൽ സംഭവിക്കുന്ന ഒരു വലിയ വിപത്താണ്. അപ്പോൾ ഒരു വാക്കിന്റെ ശക്തി ഒരു ലോകം മുഴുവനും നശിപ്പിക്കുവാൻ കഴിയും. നമ്മൾക്കറിയാം, ചില ലോകത്ത് നടന്ന വലിയ സംഭവങ്ങളെല്ലാം ഒരു വലിയ ആഹ്വാനങ്ങളുടെ പുറത്ത് സംഭവിച്ചതാണ്. അപ്പോൾ നമ്മുടെ വാക്ക് എത്ര വിലയുള്ളതാണ്, എത്ര അപകടകരമാണ്. ഈ വാക്കുകൊണ്ട് ഉളവാക്കുവാനും ഇല്ലാതാക്കുവാനും കഴിയും. അപ്പോൾ പരിജ്ഞാനമുള്ള മനുഷ്യൻ, വിവേകമുള്ള മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? നിയന്ത്രിക്കുവാൻ കഴിയാത്ത കോപം വരുമ്പോൾ, പറയുവാൻ നാവ് വല്ലാതെ വെമ്പുമ്പോൾ, നമ്മൾക്ക് അടക്കി വെക്കുവാൻ കഴിയാതെ പുറത്തേക്ക് നമ്മുടെ വാക്ക് ചാടുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ നാം ഇപ്രകാരം നിയന്ത്രിക്കും. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, സാറേ, ഇത് ഉപദേശിക്കാനൊക്കെ എളുപ്പമാണ്. ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിലോട്ട് നമ്മുടെ നായി നോക്കണം. ശരിയാണ്. നമ്മൾ ചില പ്രത്യേക ഹീറ്റഡ് ആയിട്ടുള്ള ചൂട് പിടിച്ച സന്ദർഭങ്ങളിൽ പെട്ടുപോകുമ്പോൾ അറിയാതെ നമ്മുടെ ശരീരം മുഴുവനും കോപാഗ്നിയാൽ ജ്വലിച്ച് നമ്മുടെ വാക്കുകൾ മുഖം മാറി, ഭാവം മാറി, മൃഗതുല്യമായി വാക്കുകൾ പുറത്തേക്ക് വരും. അത് അപകടകരമായ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. ഇതിൽ നിന്ന് എങ്ങനെ പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും? നിശ്ചയമായിട്ടും ഇതേക്കുറിച്ച് നാളെ സംസാരിക്കാം. നമുക്ക് നിശ്ചയമായിട്ട് നിയന്ത്രിച്ചേ മതിയാവും. നാവെന്ന തീയെ വെള്ളമൊഴിച്ച് കെടുത്തിയേ മതിയാവും. അല്ലെങ്കിൽ ഈ ലോകത്തിന് നിലനിൽക്കുവാൻ കഴിയുകയില്ല, കുടുംബത്തിന് നിലനിൽക്കുവാൻ കഴിയുകയില്ല, ഒരു വ്യക്തിക്കും നിലനിൽപ്പാൻ കഴിയുകയില്ല. അതിനായിട്ട് നമ്മൾക്ക് പരിശ്രമിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ.